ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. കയ്പ്പൊക്കെ കൊണ്ടുള്ള അടിപൊളിയൊരു ഡിഷാണ് ഇന്ന്. അപ്പോൾ കയ്പ്പൊക്കെ വെച്ചിട്ട് ചിലരൊന്നും കയ്പ്പാണെന്ന് പറഞ്ഞിട്ട് കഴിക്കില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയാൽ എല്ലാവരും കഴിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു 2 കയ്പ്പൊക്കെ വെച്ചിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കയ്പ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കയ്പ്പൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ മുതിർന്നവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നീളത്തിൽ കട്ട് ചെയ്താൽ കയ്പ്പ് കുറയും, വട്ടത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കയ്പ്പ് കൂടുന്നു. അപ്പോൾ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു ഭംഗിക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. നമ്മൾ മീനൊക്കെ മുളകിട്ടൊരു ടേസ്റ്റ് തന്നെയാണ് കയ്പ്പൊക്കെ ഇങ്ങനെ വെച്ചാൽ നല്ല രസമാണ്. അപ്പോൾ ഈ കയ്പ്പൊക്കെ ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ, ഈ ഒരു കനത്തിൽ നമുക്ക് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കയ്പ്പൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചിട്ടൊന്ന് ഊറ്റാം. കയ്പ്പ് കുറച്ചൊന്ന് കുറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് തിളപ്പിക്കുന്നത്. ഇനി കയ്പ്പ് പ്രശ്നമല്ലാന്നുണ്ടെങ്കിൽ തിളപ്പിക്കേണ്ട ആവശ്യമല്ല. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ കയ്പ്പൊക്കെ മുങ്ങാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ കൂടുതൽ സമയമൊന്നും തിളപ്പിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. ഈ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു കാര്യം, കയ്പ്പൊക്കെ തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പോ മുളകൊന്നും ചേർക്കണ്ട, വെറുതെ അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ മീനൊക്കെ വെക്കുന്ന അതേക്കെ പോലെ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ നല്ല എരിവും പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. ഈ കയ്പ്പൊക്കെ എങ്ങനെ വെച്ച് കൊടുത്താലും കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അവരെന്തായാലും കഴിക്കും. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ സവാളയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കണം. പിന്നെ 2 തക്കാളി, ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 വറ്റൽമുളകാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഏകദേശമൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് കൂടെ ഒന്ന് നടുക്ക് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുളകൊക്കെ ഒന്ന് വാടി വന്ന സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ല മീനൊക്കെ വെക്കുന്ന ആ ഒരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്യാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നല്ല പോലെ ഉടയുന്ന വരെ വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എരിവിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടാട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർക്കാം. ഈ മസാലകളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റാം. ഈ മസാലേൻ്റെയൊക്കെ പച്ചമണമൊക്കെ പോകുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ കയ്പ്പക്ക വെക്കാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ചിട്ട് വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള കയ്പ്പക്ക ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ തന്നെ മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നതൊക്കെ. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കയ്പ്പക്ക വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ അധികം ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ മസാലയുടെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു കയ്പ്പക്ക മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഗ്രേവിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.